നവംബർ 3-ന് നമ്മുടെ രാജ്യത്തെ 27 സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരെ നേരിട്ട് വിളിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതി അസാധാരണമായ ഒരു നടപടി സ്വീകരിച്ചു. തെരുവ് നായ്ക്കളെയും മൃഗങ്ങളെയും വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്ന സംസ്ഥാന സർക്കാരുകളുടെ നിലപാടിനെതിരെ ആശങ്ക അറിയിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അസാധാരണമായ ഈ നടപടിയെടുത്തത്. കോടതിയുടെ മുൻ നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതിനെതിരെയും തെരുവ് മൃഗങ്ങളെ വന്ധ്യംകരിക്കുക, വാക്സിൻ നൽകുക, ഷെൽട്ടറുകൾ സ്ഥാപിക്കുക എന്നിവ നിർബന്ധമാക്കുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് 2023 എന്തുകൊണ്ട് ശരിയായി നടപ്പാക്കിയില്ലെന്നും കോടതി ചോദിച്ചു. ആവർത്തിച്ചുള്ള തെരുവുനായ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ മരണത്തിന് വരെ കാരണമായ സംഭവങ്ങൾ, പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യയുടെ പ്രതിച്ഛായയെ മോശമായി ബാധിക്കുന്നുണ്ടെന്നും പൊതുസുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. പദ്ധതി പുരോഗതി കാണിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കാൻ പല സംസ്ഥാനങ്ങൾക്കും കഴിയാത്തതിനെ തുടർന്ന് എല്ലാ ചീഫ് സെക്രട്ടറിമാരോടും നവംബർ 3-ന് നേരിട്ട് ഹാജരാകാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. ഹാജരായ ചീഫ് സെക്രട്ടറിമാർ നിരുപാധിക ക്ഷമാപണം നടത്തുകയും കോടതി ഉത്തരവുകൾ ഉടൻ പാലിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. കോടതി ക്ഷമാപണം സ്വീകരിച്ചെങ്കിലും ഭാവിയിൽ ഉണ്ടാകുന്ന വീഴ്ചകൾക്ക് വീണ്ടും നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്ന് കർശനമായി മുന്നറിയിപ്പ് നൽകി. വന്ധ്യംകരണ വാക്സിനേഷൻ ഡ്രൈവുകൾ ശക്തിപ്പെടുത്താനും മതിയായ ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കാനും വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യക്ക് സമർപ്പിക്കാനും സംസ്ഥാനങ്ങൾക്ക് കോടതി നിർദ്ദേശം നൽകി. ഈ കേസിൽ അടുത്ത സുപ്രധാന വാദം നവംബർ 7-നാണ് ഇനി നടക്കുക. സർക്കാർ സ്ഥാപനങ്ങൾ, ഓഫീസ് കോമ്പൗണ്ടുകൾ, പൊതുമേഖലാ പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും അന്ന് കോടതി അന്തിമ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക. ഓഫീസ് സ്ഥാപന പരിസരങ്ങൾക്കുള്ളിൽ തെരുവ് നായകൾക്ക് ആരും പ്രോത്സാഹനമോ ഭക്ഷണമോ നൽകരുതെന്ന് കോടതി ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെരുവ് നായ പരിപാലനത്തിനായി രാജ്യവ്യാപകമായി ഒരു ഏകീകൃത നയം സ്ഥാപിക്കുന്നതിൽ ഈ കേസ് നിർണായകമാണ്. നവംബർ 7-ന് പ്രതീക്ഷിക്കുന്ന കോടതിയുടെ അന്തിമവിധി പൊതുസുരക്ഷ ഉറപ്പാക്കുമ്പോൾ തന്നെ മൃഗങ്ങളോടുള്ള മനുഷ്യത്വപരമായ സമീപനം നിലനിർത്തുന്നതിന് കൃത്യമായ ഉത്തരവാദിത്തവും ഘടനാപരമായ മാർഗനിർദ്ദേശങ്ങളും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു.